ഹലോ നമസ്കാരം, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ ഡിസ്റ്റൻസ് വിടാൻ ടൈമിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. സ്ഥിരമായിട്ട് RRBയിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് വിടാൻ ടൈമിന്റെ ബേസിക് കൺസെപ്റ്റ്സ് എല്ലാവർക്കും അറിയാം. അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം എന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എപ്പോഴും ഡിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും. സ്പീഡ് അറിയാലോ, സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് സ്പീഡാണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന വേഗത എന്താണ്, അതാണ് സ്പീഡ്. ടൈം അറിയാം, ഡിസ്റ്റൻസ് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ബേസിക് ഈ ചാപ്റ്ററിലെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വൈസ് അതിന്റെ കൺസെപ്റ്റുകൾ നമുക്ക് പറഞ്ഞു പോവാം. ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ, ഇനി വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം അറിയണം. അത് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആവറേജ് സ്പീഡ് ഏതൊരു കണ്ടീഷന്റെ ആയാലും ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. സോ എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യനിലായിട്ട് ആണെങ്കിലും നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് അറിയണം, ടോട്ടൽ ടൈം അറിയണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റൂ. പിന്നെ ആവറേജ് സ്പീഡിന്റെ സെപ്പറേറ്റ് ആയിട്ടൊരു ഫോർമുല ഉണ്ട്. അത് നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യുന്നതാണ്, ഈ ഒരു കണ്ടീഷനിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യുന്നതാണ്. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2xy by x plus y എന്നൊരു ഫോർമുല ഉണ്ട്. അത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? അതായത് ഇപ്പൊ ഒരു പേഴ്സൺ ഒരു ഡിസ്റ്റൻസ്, അതായത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത്, എയിൽ നിന്ന് ബിയിലേക്ക് എക്സ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. ഒരു പേഴ്സൺ എയിൽ നിന്ന് ബിയിലേക്ക് എക്സ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വൈ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങളുടെ ആവറേജ് സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 2xy by x plus y ആണ് ആവറേജ് സ്പീഡ്. മനസ്സിലായോ? ആവറേജ് സ്പീഡിന്റെ ബേസിക് ഫോർമുല ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൺ ടോട്ടൽ ടൈം ആണ്. പക്ഷെ ഒരു പേഴ്സൺ അങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു, ഒരേ ഡിസ്റ്റൻസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 2xy by x plus y. എക്സ് അങ്ങോട്ട് പോയ സ്പീഡാണ്, വൈ തിരിച്ചു വന്ന സ്പീഡാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കാം, പേഴ്സൺ ട്രാവൽസ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി at a speed of 30 km/h and comes back at a speed of 20 km/h. അതായത് അങ്ങോട്ടേക്ക് 30 സ്പീഡിൽ പോയി തിരിച്ച് 20 സ്പീഡിൽ വന്നു. നമ്മളത് എന്താ ചോദിക്കുന്നത്? ആവറേജ് സ്പീഡല്ലേ ചോദിക്കുന്നത്. അപ്പൊ 2 × 30 × 20 ഡിവൈഡഡ് ബൈ 30 + 20 ഇതാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. 2 × 30 × 20 ഡിവൈഡഡ് ബൈ 30 + 20, അതായത് 2 × 30 × 20 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. ഇവിടെ 0 0 ക്യാൻസൽ ആയി, 5 30 കൂടെ ക്യാൻസൽ ആയി, 6 കിട്ടും. 12 2 24. 24 ആണെന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് ഓഫ് ദീസ് ജേർണി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരാൾ അങ്ങോട്ടേക്ക് പോയി തിരിച്ചു വരുമ്പോഴുള്ള ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? 2xy by x plus y. അടുത്ത് നോക്കേ, എ മാൻ ട്രാവൽ സർട്ടൻ ഡിസ്റ്റൻസ് അറ്റ് 12 km/h to the starting point and returns to the starting point at 9 km/h. The total time taken by him for the entire journey is 2 1/3 hours. 2 1/3 hours യുടെ മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നേക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും? 2 1/3, 3 × 2 6, 6 + 1 7, 7/3 hours ആണ് ടോട്ടൽ ടൈം എടുക്കുന്നത്. The total distance covered by him in kilometer is. അപ്പൊ നോക്കേ, ഇവിടെ ഇതൊരു പോയിന്റ് എ ആണ്, ഇതൊരു പോയിന്റ് ബി ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 12 km/h ആണ്. തിരിച്ചു വരുന്ന സ്പീഡ് എന്താണ്? 9 km/h ആണ്. കറക്റ്റ് ആണോ? അപ്പം ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയ സ്പീഡോ തിരിച്ചു വരുന്ന സ്പീഡോ നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ ഇമ്പോർട്ടൻസ്? ആവറേജ് സ്പീഡാണ് ഇമ്പോർട്ടന്റ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്താണ്? ആവറേജ് സ്പീഡിന്റെ ഫോർമുല, ബേസിക് ഫോർമുല എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൺ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൺ ടോട്ടൽ ടൈം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്? നോക്കേ, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം അല്ലേ ചോദിക്കുന്നത്. അപ്പൊ ടോട്ടൽ ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ടൈം ക്വസ്റ്റ്യനിൽ എത്ര വന്നേക്കുന്നത്? 7/3 തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം? ഇവിടെ ആവറേജ് സ്പീഡ് വേണം. മനസ്സിലായോ? ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാലോ? 2 × 12 × 9 ഡിവൈഡഡ് ബൈ 12 + 9. 12 + 9 എത്ര വരും? 21 വരുമോ? അപ്പോ ഇത് നമ്മുടെ എന്താണ്? ആവറേജ് സ്പീഡാണ്. കട്ട് ചെയ്യാലോ 3 വെച്ചിട്ട്? 7 4, 12 × 9, അതായത് 108/7 വരത്തില്ലേ? 108/7 ആണ് എന്ത്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടി. ഇവിടുത്തെ ആവറേജ് സ്പീഡ് കിട്ടി എത്രയാണ്? 108/7 ഇൻറ്റു
ആവറേജ് സ്പീഡിനെ നമ്മൾ ടോട്ടൽ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ആവറേജ് സ്പീഡിനെ ടോട്ടൽ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആയില്ലേ. ടോട്ടൽ ടൈം ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 7/3 ആണ്. 7/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. 7 ക്യാൻസൽ ആയി പോയി. 108 ഡിവൈഡഡ് ബൈ 3 ആണ് ആൻസർ. അതായത് 3 times 18 6 36 km/h ആണ് ആൻസർ. ഇവിടെ ഓപ്ഷൻ നൺ ഓഫ് ദീസ് ഒരു ഓപ്ഷനും കൂടി ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ആൻസർ ഈസ് 36 കിലോമീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് എത്രയാണ്? ഇവിടെ ഡി ഈ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഇട്ടോളൂ. അതായത് ആൻസർ ഈസ് 36 km/h ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ആവറേജ് സ്പീഡിന്റെ ഫോർമുല മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൾ ടോട്ടൽ ടൈം ആണ്. പിന്നെ ഒരു ആവറേജ് സ്പീഡിന് ഒരു ഫോർമുലയും കൂടെ ഉണ്ടെന്നാണ് 2xy/x+y. അത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഒരു പേഴ്സൺ അങ്ങോട്ടേക്ക് x സ്പീഡിൽ പോയി തിരിച്ച് y സ്പീഡിൽ വന്നു, ആ ഒരു കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? 2xy/x+y എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. A person covers 40% of a distance with a speed of 60 km/h and the remaining distance with a speed of 40 km/h. What is average speed for the whole journey in km/h? നമുക്ക് നോക്കാം. ആവറേജ് സ്പീഡിനകത്ത് ഇവിടെ നമുക്ക് ഒരിക്കലും അങ്ങോട്ടേക്ക് 60 പോയി തിരിച്ച് 40 വന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് അല്ല കവർ ചെയ്യുന്നത്. അപ്പം അങ്ങോട്ടേക്ക് ഒരു സ്പീഡിൽ പോയി തിരിച്ചൊരു സ്പീഡിൽ വന്നാൽ 2xy/x+y ഫോർമുല യൂസ് ചെയ്യാം. പക്ഷെ അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല? കാര്യം ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല കവർ ചെയ്യുന്നത്. ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഡിസ്റ്റൻസ് എന്ത് വേണേലും കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? കാര്യം ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്. 40% ഓഫ് എനി ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ 100 കൺസിഡർ ചെയ്തോ 200 കൺസിഡർ ചെയ്തോ ഏത് വേണേലും ചെയ്യാം. നിങ്ങളുടെ ലാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആവറേജ് സ്പീഡ് ഈക്വൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് വേണമെങ്കിലും ചെയ്യാം. ടോട്ടൽ ഡിസ്റ്റൻസിനെ എക്സ് എന്ന് കൺസിഡർ ചെയ്താൽ ഫസ്റ്റ് ഡിസ്റ്റൻസ് 40% ഓഫ് എക്സ് ആയിരിക്കും, സെക്കൻഡ് ഡിസ്റ്റൻസ് 60% ഓഫ് എക്സ് ആയിരിക്കും. അങ്ങനെ ഇട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ ഏത് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ നോക്കേ, ആവറേജ് സ്പീഡിന്റെ ഫോർമുല അറിയാലോ. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ 100 എടുത്തു. ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ എന്തെന്ന് എടുത്തു? 100 എടുത്തു. സോ അവിടുത്തെ പ്രശ്നം തീർന്നു. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ 100 ഇട്ട് കൊടുത്തു. ഓക്കെ, ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാല് ആദ്യത്തെ 40% ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ 40% ഡിസ്റ്റൻസ് 40 കിലോമീറ്റർ, 100 കിലോമീറ്റർ നമ്മൾ അസ്യൂം ചെയ്തു. 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 60 km/h ആണ്. കറക്റ്റ് ആണോ? 60 km/h ആണ് സ്പീഡ്. അപ്പൊ ഡിസ്റ്റൻസും സ്പീഡും അറിയാം. ആദ്യത്തെ കണ്ടീഷനിൽ ഡിസ്റ്റൻസും സ്പീഡും അറിയാം. അങ്ങനെയാണെങ്കിൽ ടൈം എന്ത് കിട്ടും? ഡിസ്റ്റൻസ് അപ്പോൺ സ്പീഡ് 40/60 എന്ന് വരില്ലേ? ഡിസ്റ്റൻസ് അപ്പോൺ സ്പീഡ് അല്ലേ ടൈം? ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതല്ലേ ടൈം? അപ്പൊ ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് 2/3 എന്ന് വരും. ഫസ്റ്റ് ടൈം കിട്ടിയോ 2/3? ഈ ഡിസ്റ്റൻസ് നമുക്ക് ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാൻ. ഞാൻ ഇവിടെ 100 കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കേ. സെക്കൻഡ് കേസിൽ ഡിസ്റ്റൻസ് എന്താ? സെക്കൻഡ് കേസിൽ ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ ആയിരിക്കും. കാര്യം ആദ്യത്തെ 40 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. 40% ഓഫ് ദ ഡിസ്റ്റൻസ് കവർ ചെയ്തു. അടുത്ത ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ ആയിരിക്കും. സ്പീഡ് നോക്കി എത്രയാണ്? സ്പീഡ് തന്നിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ 40 ആണ്. അപ്പൊ 40 km/h ആണ്. അപ്പൊ നമുക്ക് ഇവിടെയും ടൈം കണ്ടുപിടിക്കാൻ എന്താണ്? 60/40 ആണ്. 60/40 കട്ട് ചെയ്താൽ എത്ര വരും? 3/2 എന്ന് വരുവേ. അപ്പം ഇവിടുത്തെ ടൈമും കിട്ടി 3/2. ടോട്ടൽ ഡിസ്റ്റൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടോട്ടൽ ടൈമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. നമ്മുടെ ആൻസർ ആയി. 100 ന്യൂമറേറ്ററിലാണ്. ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ LCM മെത്തേഡിലോ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാണ്. 2 × 2 4 ആണ്, പ്ലസ് 3 × 3 9 ആണ്, ഡിവൈഡഡ് ബൈ 3 × 2 6 ആണ്. ക്ലിയർ ആണ്? ഓക്കെ, 6 മുകളിൽ പോകും, 600 ആവും. കറക്റ്റ് ആണോ? 9 + 4 13 ആണ്. 600/13 ആണ് നമ്മുടെ എന്ത്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ആവറേജ് സ്പീഡ് 600/13, ഓപ്ഷൻ ബി. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ 100 ഡിസ്റ്റൻസ് ഞാൻ എടുത്തില്ലേ? ഏത് ഡിസ്റ്റൻസ് എടുത്തോ ഇത് തന്നെ ആൻസർ വരും. അല്ലെ എക്സ് ഇട്ടോ വൈ ഇട്ടോ ഏത് വേരിയബിൾ ഇട്ട് ചെയ്താലും ആൻസർ ഇത് തന്നെ വരും. ഒറ്റ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. എന്താണ് ആവറേജ് സ്പീഡ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്പീഡ് ഇൻറ്റു ടൈം. കറക്റ്റ് ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഞാൻ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തു. സ്പീഡ് ഞാൻ എടുക്കുകയാണ്. S1 T1. സ്പീഡ് എത്ര എന്ന് അറിയില്ല എനിക്ക്. ടിക്ക് ഞാൻ T1 എന്ന് എടുത്തു, എസിന് S1 എന്ന് എടുത്തു.
എന്നിട്ട് ഞാൻ ഇതേ ഡിസ്റ്റൻസ് വേറൊരു സ്പീഡിൽ കവർ ചെയ്യാണ്. ആദ്യത്തെ ഡിസ്റ്റൻസ് S1 സ്പീഡിൽ കവർ ചെയ്തു, രണ്ടാമത്തെ ഡിസ്റ്റൻസ് അതേ ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് എത്ര സ്പീഡിൽ കവർ ചെയ്യാണ്? S2 ഡിസ്റ്റൻസിൽ കവർ ചെയ്യാണ്. എത്ര? അപ്പൊ ടൈം ഡിഫറന്റ് ആയിരിക്കും, T2 ടൈം ആയിരിക്കും. ആദ്യത്തത് S1 × T1 ആണെങ്കിൽ ഇവിടെ സ്പീഡ് വേരി ചെയ്താൽ ടൈമും വേരി ചെയ്യും. കാര്യം നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടൈം കുറച്ച് മതി. അപ്പോ രണ്ട് കേസിലും ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പൊ S1 T1 is equal to S2 T2 എഴുതാമേ, S2 T2 എഴുതാമേ. അപ്പൊ നോക്കേ S1 ഒന്നുമില്ല, നോക്കേ S1/S2 is equal to എന്ത് വരും? T2/T1 എന്ന് വരും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? അഥവാ ഞാൻ സെയിം ഡിസ്റ്റൻസ് ഡിഫറെന്റ് സ്പീഡിലും ഡിഫറെന്റ് ടൈമിലും കവർ ചെയ്യുകയാണെങ്കിൽ, സെയിം ഡിസ്റ്റൻസ് ഡിഫറെന്റ് സ്പീഡിലും ഡിഫറെന്റ് ടൈമിലും കവർ ചെയ്യുകയാണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ജസ്റ്റ് ഇത് അറിയാമെങ്കിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ടിക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മനസ്സിലായോ? നോക്കി ടിക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഇവിടെ എന്താ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്? ഞാൻ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു ഡിഫറെന്റ് സ്പീഡിലും ഡിഫറെന്റ് ടൈമിലും. അങ്ങനത്തെ കേസിൽ സ്പീഡിന്റെ റേഷ്യോന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തിന്റെ റേഷ്യോ? ടൈമിന്റെ റേഷ്യോ. സ്പീഡിന്റെ റേഷ്യോന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. ക്വസ്റ്റ്യൻ നോക്കേ. Walking at 5/7 of his usual speed, 5/7 of his usual speed, a person reaches his office 10 minutes later than usual time. അപ്പൊ നോക്കേ, ഈ 5/7 ഫ്രാക്ഷന്റെ മീനിങ് എന്താണെന്ന് ആദ്യമേ അറിയണം. മനസ്സിലായോ? 5/7 ഫ്രാക്ഷന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മുൻപേ ഉണ്ടായിരുന്ന വാല്യൂവിന്റെ 5/7 ഞാൻ ഇപ്പൊ ട്രാവൽ ചെയ്യുന്നത്. മനസ്സിലായോ? മുൻപേ ഉണ്ടായിരുന്ന വാല്യൂവിന്റെ 5/7 ഞാനിപ്പോ ട്രാവൽ ചെയ്യുന്നത്. അതായത് മുൻപേ 7 ഉണ്ടെങ്കിൽ ഇപ്പോ ഞാൻ 5 ട്രാവൽ ചെയ്യുന്നതാണ് അതിന്റെ മീനിങ്. മുൻപേ 7 ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ 5 ട്രാവൽ ചെയ്യുന്നത്. ഈ ഫോർ എക്സാമ്പിൾ 3/7 ഫ്രാക്ഷൻ. 3/7 ഫ്രാക്ഷന്റെ മീനിങ് എന്താ? മുൻപേ 7 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ 3 ട്രാവൽ ചെയ്യുന്നത്. അതാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ്. വാക്കിംഗ് അറ്റ് 7/5 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ്. അതായത് മുൻപേ ഞാൻ അഥവാ 7 സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, മുൻപേ ഞാൻ 7 സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്നത് 5 സ്പീഡിലാണ്. അപ്പൊ സ്പീഡ് റേഷ്യോ നമുക്കറിയാം ഇവിടെ. മനസ്സിലായോ? അതായത് ഞാൻ മുമ്പേ 7 സ്പീഡിൽ പോകുന്നു, ഇപ്പൊ എന്താണ് എന്റെ സ്പീഡ്? 5 ആണ്. അപ്പൊ ഈ ഫ്രാക്ഷൻ എപ്പോഴും വരുമ്പോൾ ഇങ്ങനെ ഒരു മീനിങ്ങും കൂടെ എന്തുണ്ട്? ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ 7:5 ആണ് എന്തിന്റെ റേഷ്യോ? ഫ്രാക്ഷൻ സ്പീഡിന്റെ റേഷ്യോ. സ്പീഡിന്റെ റേഷ്യോ 7:5 ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ടൈം റേഷ്യോ. എന്തുകൊണ്ടാ? എന്റെ ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, അത് ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. സോ 7:5 സ്പീഡിന്റെ റേഷ്യോ ആണെങ്കിൽ ടൈം റേഷ്യോ 5:7 ആയിരിക്കുവേ. ടൈം റേഷ്യോ 5:7 ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. റീച്ചസ് ഹിസ് ഓഫീസ് 10 minutes ലേറ്റർ ദാൻ യൂഷ്വൽ. അതായത് നോക്കേ, മുൻപേ ഞാൻ 5 ടൈം എടുത്താണ് ഓഫീസിലേക്ക് എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ 7 ടൈം എടുത്താണ് ഓഫീസിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? അപ്പം എത്ര ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്? 2 ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. മുൻപേ ഞാൻ 5 ടൈം എടുക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ 7 ടൈം എടുക്കുന്നുണ്ട്. 2 ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. ഇതിന്റെ വാല്യൂ അല്ലേ 10? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ? 10 മിനിറ്റ് ഞാൻ കൂടുതൽ എടുക്കുന്നു. പക്ഷെ റേഷ്യോയുടെ അക്കോർഡിംഗ് എന്താണ്? 2 കൂടുതൽ എടുക്കുന്നുണ്ട്. 2ന്റെ വാല്യൂ ആണ് 10 എങ്കിൽ 1ന്റെ വാല്യൂ ആയിരിക്കും 5. 1ന്റെ വാല്യൂ ആയിരിക്കും 5. നോക്കെ, ഈ 2 അവിടെ പോയി ഡിവൈഡ് ആയി. 2 അവിടെ പോയി ഡിവൈഡ് ആയാൽ എന്ത് കിട്ടും? 1ന്റെ വാല്യൂ 5 ആയിരിക്കും. നമ്മളിത് ചോദിക്കുന്നത് എന്താ? യൂഷ്വൽ ടൈം എന്താണെന്നാ ചോദിക്കുന്നത്. യൂഷ്വൽ ടൈം ഇതിൽ 5 ആണോ 7 ആണോ? 5 ആണോ 7 ആണോ യൂഷ്വൽ ടൈം? നമ്മൾ ആദ്യം ട്രാവൽ ചെയ്ത ടൈം അല്ലേ യൂഷ്വൽ ടൈം? ഇപ്പൊ ഞാൻ ടൈം കൂടുതൽ എടുക്കുകയല്ലേ? അതായത് 5 ആണ് യൂഷ്വൽ ടൈം. ആദ്യമേ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന 5 ടൈമിലാണ്, സ്പീഡ് 7 ടൈം 5 അപ്പൊ എന്റെ യൂഷ്വൽ ടൈം എന്ത് വരും? 1ന്റെ വാല്യൂ 5 ആണെങ്കിൽ ഈ റേഷ്യോന്റെ അക്കോർഡിംഗ് നമുക്ക് 2ന്റെ വാല്യൂ 10 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ 1ന്റെ വാല്യൂ എന്തായിട്ട് മാറും? 5 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ 5ന്റെ വാല്യൂ 25 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ 5ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 25. നോക്കെ, ആൻസർ എത്ര? 25 മിനിറ്റ്സ്. വളരെ സിമ്പിൾ ആണ്. 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഇതേ ടൈപ്പ് ഉണ്ട്. അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നോക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അഥവാ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കണ്ടാൽ മതി, ഈസി ആയിട്ട് മനസ്സിലാവും. അടുത്ത് നോക്കെ, വാക്കിംഗ് അറ്റ് 7/9 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ്. സ്പീഡിന്റെ റേഷ്യോ നമുക്കറിയാം. സ്പീഡിന്റെ റേഷ്യോ എന്താണ്? സ്പീഡിന്റെ റേഷ്യോ 7
9:7 ആണ്, കറക്റ്റ് ആണ്. അതായത് മുൻപേ ഞാൻ 9ൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഞാൻ 7ൽ ട്രാവൽ ചെയ്യുക. അതാണ് ഇതിന്റെ മീനിങ്, ഈ ഒരു ഫ്രാക്ഷന്റെ. ഇപ്പൊ എന്റെ ടൈം റേഷ്യോ എന്തായിരിക്കും? 7:9 ആയിരിക്കും. ടൈം റേഷ്യോ 7:9 ആയിരിക്കും. ഓക്കെ, 10 minutes ലേറ്റർ ദാൻ യൂഷ്വൽ എന്നാ പറയുന്നത്. ഇവിടെയും രണ്ടിന്റെ ഡിഫറൻസ് ആണ്. 2 ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്, യൂഷ്വൽ ടൈമിനെക്കാളും 2 കൂടുതൽ എടുക്കുന്നുണ്ട്. 2 കൂടുതൽ എടുക്കുന്നതിൽ 10 ആണ്. 2ന്റെ വാല്യൂ എത്ര തന്നേക്കുന്നത്? 10 ആണ്. 1ന്റെ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. 2ന്റെ വാല്യൂ 10 ആണെങ്കിൽ 1ന്റെ വാല്യൂ 5 ആണെങ്കിൽ 7ന്റെ വാല്യൂ 35 ആയിരിക്കും. 1 ഗുണം 7 7, 5 ഗുണം 7 35. അപ്പം 7ന്റെ വാല്യൂ എന്ത് കിട്ടും? 35 എന്ന് കിട്ടും. അപ്പം എന്റെ ആദ്യത്തെ യൂഷ്വൽ ടൈം എന്തിന് ഈക്വൽ ആണ്? 7ന് കറസ്പോണ്ടിങ് ആണ്. അത് എത്ര കിട്ടി? 35 മിനിറ്റ്സ് എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഇനി ഒരു 3-4 സെക്കൻഡിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണോ? ഇപ്പൊ ഇത്ര കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. എപ്പോഴാണോ ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് വരുന്നത്, ആ കേസിൽ എന്തിന്റെ റേഷ്യോ, സ്പീഡിന്റെ റേഷ്യോ ടൈമിന്റെ റേഷ്യോന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. റേഷ്യോ ഓഫ് സ്പീഡ്സ് ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബിയുടെ റേഷ്യോ സ്പീഡ്സ് എത്രയാണ്? 3:5. സ്പീഡ് റേഷ്യോ തന്നിട്ടുണ്ട്, തന്ന കാര്യം എടുത്ത് എഴുതാം. 3:5 ആണ് റേഷ്യോ. ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കി കിട്ടുന്നുണ്ടോന്ന്. കിട്ടുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് സൊല്യൂഷൻ നോക്കുക. സോ 3:5 ആണ് റേഷ്യോ, സ്പീഡ് റേഷ്യോ. എ ടേക്സ് 24 minutes more than B to cover a distance, certain distance. അപ്പൊ നോക്കാം, ഇവിടെ ഇത് ടൈം റേഷ്യോ ആണ്, കറക്റ്റ് അല്ലേ? അതായത് 24 minutes എന്ന് പറയുമ്പോൾ അത് ടൈമിനെ ബേസ് ചെയ്തല്ലേ തന്നേക്കുന്നത്. അപ്പൊ സ്പീഡ് റേഷ്യോ അറിയാമെങ്കിൽ ടൈം റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആയിരിക്കുവേ. ടൈം റേഷ്യോ 5:3 ആയിരിക്കുവേ. അപ്പോ ഈ ഒരു സെന്റൻസ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കേ. ഇഫ് എ ടേക്സ് 24 minutes more than B, ടൈം നോക്കേ, ഇവിടെ 2 ഇങ്ങോട്ടേക്ക് കൂടുതലല്ലേ? അതായത് ഇത് എ ആണെങ്കിൽ ഇത് ബി ആണ്, കറക്റ്റ് ആണ്. സോ എ 2 കൂടുതലാണ്, 3നേക്കാളും 2 കൂടുതലാണ് 5. അപ്പൊ ഈ 2ന്റെ വാല്യൂ അല്ലേ ഇവിടെ തന്നേക്കുന്നത്? 24 minutes കൂടുതൽ. ഇത് ടൈം റേഷ്യോ ആണ്, ഇത് ടൈം റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ 2 കൂടുതലാണ്. 2ന്റെ വാല്യൂ 24 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1ന്റെ വാല്യൂ എന്ത് വരും? 12 എന്ന് വരും. 1ന്റെ വാല്യൂ 12 ആണ്. എന്താ ചോദിക്കുന്നത്? ഹൗ മച്ച് ടൈം വിൽ ബി ടേക്ക് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്? ബി എത്ര സമയം എടുക്കുമെന്നാ ചോദിക്കുന്നത്. ബി എത്ര? 3 അല്ലേ എടുക്കുന്നത്. 1ന്റെ വാല്യൂ 12 ആണ്, 3ന്റെ വാല്യൂ 36. കഴിഞ്ഞ പരിപാടി. ബിയുടെ 3ന്റെ വാല്യൂ 36. ക്ലിയർ ആണോ? അതായത് നമുക്ക് സ്പീഡ് റേഷ്യോയും ടൈം റേഷ്യോയും ബേസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം. ഈ ഓപ്പോസിറ്റ് ആണ് റേഷ്യോ എന്നുള്ള ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അടുത്ത് നോക്കേ, റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ്സ് ഓഫ് 2 trains ഈസ് 2:5. സ്പീഡ് റേഷ്യോ എത്രയാണ്? 2:5 ആണ്. സ്പീഡ് റേഷ്യോ 2:5 ആണ്. ടൈം റേഷ്യോ 5:2 ആയിരിക്കുവേ ടൈം റേഷ്യോ. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. ഇഫ് ദ ഫസ്റ്റ് ട്രെയിൻ റൺസ് 250 കിലോമീറ്റർ ഇൻ 5 hours. ഫസ്റ്റ് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 250 കിലോമീറ്റർ. ഫസ്റ്റ് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 250 കിലോമീറ്റർ. ടൈം തന്നിട്ടുണ്ട് 5 hours. ടൈം തന്നിട്ടുണ്ട് 5 hours. സ്പീഡ് കണ്ടുപിടിക്കാൻ അറിയാമേ. 250 ഡിവൈഡഡ് ബൈ 5 ആണ് 50 ആണ്. 50 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ സ്പീഡ്. 50 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ സ്പീഡ്. ഫസ്റ്റ് ട്രെയിനിന്റെ സ്പീഡാണ് തന്നേക്കുന്നത്. ഫസ്റ്റ് ട്രെയിനിന്റെ സ്പീഡാണ് തന്നേക്കുന്നത്. ഓക്കെ, നമുക്കപ്പോ ഇവിടെ ടൈം റേഷ്യോ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. സ്പീഡ് റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രെയിനിന്റെ സ്പീഡ് 50 ആണ്. സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ്? 2 അല്ലേ? സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 2. 2ന്റെ വാല്യൂ എന്താ തന്നേക്കുന്നത്? 50. 1ന്റെ വാല്യൂ എന്ത് വരും? 25 എന്ന് വരും. 2ന്റെ വാല്യൂ 50 ആണെങ്കിൽ 2 അവിടെ പോയി ഡിവൈഡ് ആയിട്ട് 1ന്റെ വാല്യൂ 25 എന്ന് വരും. 1ന്റെ വാല്യൂ 25 ആണ്. എന്താ ചോദിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ്സ് ഓഫ് ബോത്ത് ട്രെയിൻസ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ്സ് എത്ര? 3 അല്ലേ? ഓക്കെ, ഫസ്റ്റിന്റെ 2 ആണ്, സെക്കൻഡിന്റെ 5 ആണ്. ഡിഫറൻസ് എന്താണ്? 3 അല്ലേ? 1ന്റെ വാല്യൂ 25 ആണ്, 3ന്റെ വാല്യൂ 75. 3ന്റെ വാല്യൂ 75. ക്ലിയർ ആണോ? അപ്പൊ ആൻസർ എന്താ? 75. സോ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ്സ് ആകുമ്പോഴത്തേക്ക് 3 കമ്പയർ ചെയ്യണം. 3ന്റെ വാല്യൂ എന്താണ്? 75 ആണ്. ക്ലിയർ ആണോ ഇത്? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഒരു 3 ക്വസ്റ്റ്യൻസ് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മളിപ്പം ഈ ആവറേജ് സ്പീഡിന്റെയും സ്പീഡ് റേഷ്യോന്റെയും ടൈം റേഷ്യോന്റെയും കൺസെപ്റ്റ് പറഞ്ഞു. അതിനുശേഷം റാൻഡം ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ആണ്, ബേസിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നോക്കെ, ഫൈറ്റർ എയർക്രാഫ്റ്റ് റൺ അറ്റ് എ സ്പീഡ് ഓഫ് 1440 കിലോമീറ്റർ പെർ അവർ. ഹൗ മെനി മീറ്റേഴ്സ് ഡസ് ഇറ്റ് കവർ ഇൻ 1 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
കിലോമീറ്റർ പെർ അവറിൽ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് കിലോമീറ്റർ പെർ അവറിൽ തന്നേക്കാണ്. നമുക്ക് എന്താണ് വേണ്ടത്? ഇത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനല്ലേ പറയുന്നത് ഇവര്. അതായത് ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു, അതല്ലേ മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു, അതാണ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് വേണമെന്ന് അറിയാവോ? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയേ 1440 ഇൻറ്റു 5/18 അല്ലേ നമ്മുടെ ആൻസർ. 18 ഇൻറ്റു 6 ആണ്. 18 ഇൻറ്റു 6 ഒരു മിനിറ്റ്. 1440 ഇൻറ്റു 5/18 ആണ്. നമുക്ക് 18 കട്ട് ചെയ്യാം 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 16. അപ്പൊ 8 ആണ്. 8 വരും ഇവിടെ. 8 ഇൻറ്റു 5 400. ഓക്കെ, 8 ഇൻറ്റു 5 400. അപ്പൊ 400 അല്ലേ നമ്മുടെ ആൻസർ. ഇവിടെ നോക്കെ 1 സെക്കൻഡിൽ എത്ര കവർ ചെയ്യും? 400 മീറ്റർ കവർ ചെയ്യും. മീറ്റർ പെർ സെക്കൻഡ് 1 സെക്കൻഡിൽ എത്ര കവർ ചെയ്യും? 400 മീറ്റർ കവർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ ഇത്ര മാത്രം ഓർത്തിട്ടാണ് മതി. ഈ ക്വസ്റ്റ്യനിൽ കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. A car can covers a distance of 18 km in 24 minutes. 18 km 24 minutes കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. The speed of bus is twice that of a car. In how many minutes can the bus cover the distance of 135 km? അപ്പൊ നോക്കെ ഇവിടെ ആദ്യമേ കാറിന്റെ സ്പീഡ് കണ്ടുപിടിക്കുക. സ്പീഡ് ഓഫ് കാർ എത്ര? 18 ഡിവൈഡഡ് ബൈ 24 കിലോമീറ്റർ പെർ മിനിറ്റ് ആണ്. കിലോമീറ്റർ പെർ മിനിറ്റ് ആണ്. ഇവിടെ കിലോമീറ്ററിലാണ് വന്നിരിക്കുന്നത്, ഇവിടെ മിനിറ്റിലാണ് വന്നിരിക്കുന്നത്. കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മിനിറ്റിന് വേണമെങ്കിൽ അവറിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. പക്ഷെ നമുക്ക് ഇവിടെ ഈ ആൻസർ മിനിറ്റിലാണ്, കിലോമീറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സ്പീഡ് ഓഫ് ബസ് ഈസ്, അപ്പൊ സ്പീഡ് ഓഫ് ബസ് നമുക്ക് കണ്ടുപിടിക്കാം. സ്പീഡ് ഓഫ് ബസ് എന്താണ്? ഇതിന്റെ ഡബിൾ ആണെന്നാ പറയുന്നത്. അപ്പം ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3ഉം 4ഉം വരുവേ. 6 കൊണ്ട് കട്ട് ചെയ്തിട്ട് 3/4 എന്ന് വന്നു. 2 ടൈംസ് 3/4 കാറിന്റെ സ്പീഡാണ്. സ്പീഡ് ഓഫ് ബസ് ഇതിന്റെ ഡബിൾ ആണ്. എന്ത്? കിലോമീറ്റർ പെർ മിനിറ്റ് ആണ്. ഇനി നമുക്ക് ഇതിനെയും ക്യാൻസൽ ചെയ്യാം. 2 4 ക്യാൻസൽ ചെയ്യാം. 2 എന്ന് വരും. അതായത് 3/2 എന്ന് വരും. 3/2 കിലോമീറ്റർ പെർ മിനിറ്റ് ആണ് എന്ത്? സ്പീഡ് ഓഫ് ബസ് എന്ന് പറയുന്നത്. In how many minutes can bus cover a distance of 135 km? അപ്പൊ ഇത് സ്പീഡ് ഓഫ് ബസ് ആണ്. കറക്റ്റ് ആണോ? സ്പീഡ് ഓഫ് ബസ് ആണ്. ഇനി ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്ര? 135 കിലോമീറ്റർ ആണ്. 135 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇത്രയും കവർ ചെയ്യണം. സ്പീഡ് നമുക്കറിയാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് 135 ഡിവൈഡഡ് ബൈ 3/2. 135 ഡിവൈഡഡ് ബൈ 3/2. 2 മോളിൽ പോവും. 2 മോളിൽ പോയിട്ട് 2 ഇൻറ്റു 135 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 3 നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ടൈംസ് 15 5. 45 ഇൻറ്റു 2 90 ആണ് നമ്മുടെ ആൻസർ. 90 മിനിറ്റ്സ് എടുക്കും കവർ ചെയ്യാൻ. മനസ്സിലായോ? നമ്മൾ അവിടെ മിനിറ്റ്സിനെ അവറിലോട്ടൊന്നും കൺവേർട്ട് ചെയ്ത് കൺഫ്യൂഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. കാര്യം ലാസ്റ്റ് ഓപ്ഷൻ ആൻസർ എന്തിൽ തന്നെയാണ് തന്നേക്കുന്നത്? മിനിറ്റ്സിൽ തന്നെയാണ് തന്നേക്കുന്നത്. സോ സ്പീഡ് ഓഫ് കാർ തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ബസ് നമ്മൾ കണ്ടുപിടിച്ചു, ഡബിൾ ആണ്. പിന്നെ ഡിസ്റ്റൻസ് നമുക്കറിയാം. സ്പീഡും ഡിസ്റ്റൻസും അറിയാമെങ്കിൽ ടൈം കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കെ കിട്ടുന്നുണ്ടോ എന്ന്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ്, സ്പീഡ് ആൻഡ് ടൈം ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എ ബസ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 1.8 കിലോമീറ്റർ ഇൻ 3 മിനിറ്റ്സ്. അപ്പൊ നോക്കേ, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്ര? 1.8 കിലോമീറ്റർ. എത്ര സമയത്താ? ടൈം എത്ര? 3 മിനിറ്റ്സിലാണ്. 3 മിനിറ്റ്സിലാണ്. ഓക്കെ, ഹൗ മച്ച് ഫാസ്റ്റർ ദാൻ എ യങ് അത്ലറ്റ് ഹു റൺസ് 200 മീറ്റർ ഇൻ 25 സെക്കൻഡ്. അപ്പോ ഈ ബസിന്റെ സ്പീഡ് അത്ലറ്റിനെക്കാളും എത്ര ഫാസ്റ്റർ ആണെന്നാ ചോദിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തേക്കാം. അതായത് നോക്കെ, ഡിസ്റ്റൻസ് നമ്മൾ 1.8 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ മിനിറ്റ്സിനെ നമുക്ക് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മിനിറ്റ്സിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ആയി. 0 കട്ടായി പോയേ. ഇനി ഇതിനെ നമുക്ക് 18 ഒരു 0 കൂടെ വരും. 180 എന്ന് വരും. 3 ഇൻറ്റു 6. അപ്പൊ ഇത് രണ്ടും കട്ടായിട്ട് 18 കട്ടായിട്ട് എത്ര വരും? 10. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. കറക്റ്റ് ആണേ?
ഡിസ്റ്റൻസ് ടൈം നമ്മൾ സ്പീഡാണ് കണ്ടുപിടിച്ചത്. ഡിസ്റ്റൻസ് ടൈം നമ്മൾ സ്പീഡാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, സ്പീഡ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തിന്റെ സ്പീഡ്? ഫസ്റ്റ് ബസിന്റെ സ്പീഡ്. ഓക്കെ, ഹൗ മച്ച് ഫാസ്റ്റർ ദാൻ എ യങ് അത്ലറ്റ് ഹു റൺസ് 200 മീറ്റർ ഇൻ 25 സെക്കൻഡ്. അപ്പൊ സെക്കൻഡ് കേസിൽ നമ്മൾ അത്ലറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കുകയാണ്. അത്ലറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്ര? 200 മീറ്റർ ആണ്. ടൈം എത്ര? 25 സെക്കൻഡ്സ് ആണ്. അപ്പം 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരുവേ. 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് അത്ലറ്റ്. അപ്പൊ ഫാസ്റ്റർ ബസ് എത്ര ഫാസ്റ്റർ ആണ് അത്ലറ്റിനെക്കാളും എന്നാണ് ചോദിക്കുന്നത്. എത്ര ഫാസ്റ്റർ ആണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ഫാസ്റ്റർ ആണ്. ഓക്കെ, 2 ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്ര മീറ്റർ പെർ സെക്കൻഡ് കൂടുതലാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് കൂടുതലാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്പെഷ്യലി RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിനൊക്കെ ഒരുപാട് വലിയ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഗ്രൂപ്പ് ഡിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊമോഷൻ ടെസ്റ്റ് ഒക്കെ എഴുതി നല്ല നല്ല പോസ്റ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഏതൊരു ഗവൺമെന്റ് സർവീസ് ആയാലും ഒരു പ്രാവശ്യം ഡിപ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ ഒക്കെ എഴുതിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത്രയും നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റുകളിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടീവ്. അപ്പം അതിന് നമുക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡി, RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് ഒക്കെ വളരെ ഈസി ആയിട്ട്, പ്രത്യേകിച്ച് ഇത്രയും വേക്കൻസി ഉള്ള സമയത്ത് ഈസി ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ആണ്. സോ അതിനകത്ത് ഡിസ്റ്റൻസ് വിടാൻ ടൈമിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തന്നെ പറഞ്ഞാൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.